തവിയൊക്കെ ആയിട്ടിരിക്കുക. ഞങ്ങൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോവുക. അപ്പം അതിനുള്ള തവി, പാത്രവും പഴങ്കഞ്ഞി. അപ്പം ഞാൻ പഴങ്കഞ്ഞി ഒന്ന് വിളമ്പണം. ഇതാ പഴങ്കഞ്ഞി, നല്ല വെള്ള അരിയുടെ പഴങ്കഞ്ഞി. എല്ലാവരും പഴങ്കഞ്ഞി കുടിക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒന്ന് കുടിക്കാം. അപ്പം നിങ്ങളെ കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. എല്ലാവരും പഴങ്കഞ്ഞി കുടിക്കുന്നതൊക്കെ കാണിക്കുമല്ലേ, ഞങ്ങളും കൂടെ ഒന്ന് കാണിക്കട്ടെ. അപ്പം പഴങ്കഞ്ഞി തണുത്ത വെള്ളം ഒഴിക്കണം, നല്ല തണുത്ത. അപ്പം ഈ വെള്ളം ഇച്ചിരി മാറ്റാം. ഇതിൻ്റെ തണുത്തുള്ള ശകലം തണുപ്പുണ്ട്, നന്നായിട്ട് തണുപ്പുണ്ട്. അപ്പം ഈ കറി എന്തൊക്കെയാണെന്നാ, അവിയൽ, ചീരയും ചക്കക്കുരു മാങ്ങയും കൂടെ അവിയൽ വെച്ചതാണ് കേട്ടോ. അപ്പം നല്ല അവിയലാണ്. അവിയൽ എനിക്ക് വെച്ചിട്ട് അവിയൽ വിളമ്പാം. പിന്നെ മെഴുക്കുവരട്ടി, പടവലങ്ങ, അച്ചങ്ങ പേരും കൂടെ മെഴുക്കുവരട്ടി വെച്ചത്. തൈര് എനിക്ക് വേണ്ട, ചേട്ടന് മാത്രം മതി തൈര്, അതുകൊണ്ട് കുറച്ചേ എടുത്തോളൂ. തൈര് ഒത്തിരി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. അപ്പം അതിന് വേണ്ട ഉപ്പ്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞതാ പപ്പടമാണ്. വേണ്ട പപ്പടം ഞങ്ങൾ അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമാണ്. വലിയ പപ്പടം, ഇതിനകത്ത് കുരുമുളകൊക്കെ ചേർന്ന പപ്പടമാണ്. അത് ഞാൻ 4ആയിട്ട് മുറിച്ചിട്ട് ഇതിനകത്ത് ഇട്ടതാണ്. അപ്പം അതും പിന്നെ അടുത്ത പരിപാടി എന്തോന്നറിയാവോ, ഇതാ തേങ്ങാ ചമ്മന്തിക്ക് പകരം ചെറിയ ഉള്ളി ചതച്ചത്, പിഴുപുളി, ഉപ്പ്, മുളക് പൊടി. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും കൂടെ ഞാനൊന്ന് ഞെരടുക. അതാ കണ്ട, പുളിയും ഉപ്പും വെളിച്ചെണ്ണയും മുളകും എല്ലാം കൂടെ ഇതാ ഞെരടും. ഞെരടി അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി കുടിക്കാം. എല്ലാവരും തേങ്ങാ ചമ്മന്തിയിലല്ലേ കുടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി മുളക് ചമ്മന്തി കുടിക്കാൻ പോകും. ജോലിയാണ് കേട്ടോ, ഇവിടെ സർവത്ര ജോലി. വന്ന് പഞ്ചപ്പെട്ടില്ല, ഞങ്ങളൊന്ന് സ്വസ്ഥതയായില്ല ജോലി ആയതുകൊണ്ട്. അപ്പം ഇന്നാണ് വീഡിയോ ഇടുന്നത്. അതിനുള്ള സമയമൊന്നും കിട്ടാഞ്ഞത് കൊണ്ട് ഇന്നാണ്ട് പുളിയെല്ലാം നല്ലപോലെ ഞെരട്ടെ. ഈ മുളക് ശകലം നെല്ലത്തിൻ്റെ തൈരിൻ്റെ കൂടെ വെക്കുക, എനിക്ക് ശകലം വെക്കുക. അപ്പം ഈ അവിയലും മുളകും ഈ പപ്പടവും കൂടെ ഞാനൊന്ന് ഞെരടുക. ഞെരടി ഞാനൊന്ന് കഴിക്കുക. ചേട്ടൻ എന്താ പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നു ഉണ്ടോ ചേട്ടാ? അതെല്ലാം കൂടെ ഞെരടി, തൈരും മുളകും എല്ലാം കൂടെ ഞെരടി ഒന്ന് കഴിച്ചേ. ഇതാ ഞെരടും അവിയലും എല്ലാം കൂടെ ഇട്ടു. അപ്പം എന്താ നല്ലതല്ലേ? നല്ല തണുത്ത വെള്ളത്തിലാണ് ചോറിട്ട് ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങളെ കറികൾ എന്തൊക്കെയാണെന്ന്